മാഷേ, നമ്മുടെ PV അൻവറിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അല്ലെ, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. ഇവിടെ എങ്ങും കാണുന്നില്ല ആശാനെ. ഇത് ഈ ചങ്ങാതിയെ സൂക്ഷിച്ചോളൂ, അവനെ ഏതു നേരത്തും കാണാതാവും. അവൻ്റെ ഈ ചാട്ടവും പൊട്ടിത്തെറിയും ഒക്കെ ഒരു മിനിമം അജണ്ട വെച്ചുള്ളതാവും. അതിനപ്പുറത്തേക്കുള്ള യാതൊരു രാഷ്ട്രീയവും യാതൊരു ധാർമ്മികതയും യാതൊരു തരത്തിലുള്ള ജനസ്നേഹവും രാജ്യസ്നേഹവും ഒന്നും PV അൻവറിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് അൻവർ അവതരിച്ച കാലം തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. ആളുകൾക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളൂ. പിന്നെ ഈ അൻവറിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് വളഞ്ഞിട്ട് തല്ലേണ്ടത് നമ്മുടെ മാധ്യമപ്രവർത്തകരെയാണ്. PV അൻവർ ആരാണ്? എൻ്റെ പ്രശാന്തേ, PV അൻവർ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ 100ഓളം ഇടതുപക്ഷ MLA-മാരിൽ ഒരു MLA ആണ്. അതും ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന സ്വതന്ത്ര MLA ആണ്. 100 MLA-മാരിൽ നിന്ന് ഒരു MLA ഒരു ഭരണമുന്നണിയിൽ നിന്ന് വിയോജിച്ചാൽ, ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, അതുപോലും ഒരു വാർത്തയല്ലല്ലോ. എന്ത് വാർത്താ പ്രാധാന്യമുള്ളത്? ഒരു വാർത്ത എങ്ങനെ ഉണ്ടാകുന്നു? സംതിങ് ന്യൂ ഈസ് ന്യൂസ് അല്ലേ? ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ ആ വാർത്തയ്ക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ 50-51 ഈ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയാണെങ്കിൽ ഒരു MLA-യുടെ വാക്കിന് അല്ലെങ്കിൽ വിയോജിപ്പിന് വിലയുണ്ട്. ഇത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്? രാജ്യത്തിലോ ജനത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും വാർത്താ പ്രാധാന്യമുണ്ടോ? ഇല്ല. ഈ അൻവറിനെ പൊക്കിപ്പിടിച്ച് അൻവറിൻ്റെ തീർത്തും വ്യക്തിപരമായ വളരെ അധമവും അധോലോകത്തിൻ്റേതുമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഇവൻ നടത്തുന്ന, മാത്രമല്ല കൂലി കൊടുത്തിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഇറക്കിയത്. എന്നിട്ട് CPM-നെ പേടിച്ചു പോകുന്ന CPM-ഏ ഉള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ടോ ഇവൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ലൈവ് കൊടുക്കുക. മലയാളത്തിലെ ഒന്നാംകിട മാധ്യമങ്ങൾ ഇവൻ്റെ വായിൽ ക്യാമറ കൊളുത്തി വെച്ചിട്ട് ലൈവ് കൊടുക്കാൻ നിൽക്കുക. ആരായിരുന്നു ഉത്തരവാദി? ഈ ചോദ്യം പ്രശാന്ത് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ഈ പേര് കേട്ട മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. എവിടെ പോയി നിങ്ങൾ ഈ കൊളുത്തി പിടിച്ച് കൊണ്ടുവന്ന ഈ വലിയ സൂര്യബിംബം ഉണ്ടല്ലോ, എവിടെ എത്തിയെന്ന് ചോദിക്കേണ്ടത് അവരോടാ. മാഷിന്റെ ഈ പറഞ്ഞു നിർത്തിയിടത്തുനിന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. ചേലക്കരയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പഴയ KPCC നേതാവാണ്. മുമ്പ് ആലത്തൂർ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. സുധീർ എന്ന് പറഞ്ഞ സുധീറിനെ അവിടെ മത്സരിപ്പിച്ചു. ഏതാണ്ട് നാണം കെട്ട് 3920 വോട്ട് അവിടെ വാങ്ങിച്ചെടുത്തു. അത് പാവം രമ്യ ഹരിദാസിൻ്റെ വോട്ടാണ് പിടിച്ചത്. അവിടെ പ്രചാരണം മുഴുവനും CPM-നെതിരെയും പിണറായി വിജയനെതിരെയും പിണറായിസത്തിനെതിരെയും എന്താ പറയുക, പിണറായി BJP അന്തർധാരയ്ക്കെതിരെയും ഒക്കെയാണ്, പിണറായി മോദി അന്തർധാരയ്ക്കെതിരെയും ഒക്കെയാണ് അൻവർ അവിടെ എന്താ പറയുക കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിയത്. പക്ഷേ വോട്ട് നഷ്ടപ്പെട്ടത് രമ്യയ്ക്കാണ്. അതിനകത്ത് അൻവറിനൊരു അജണ്ട ഉണ്ടായിരുന്നു. രമ്യയ്ക്കുള്ള വോട്ട് ഒരു 10,000 വോട്ടെങ്കിലും പിടിച്ചെടുത്ത് രമ്യയെ അവിടെ തോൽപ്പിച്ചാൽ UDF എന്നെ വിലവെക്കും, എനിക്ക് UDF-ലേക്ക് കയറാൻ സാധിക്കും. ഇങ്ങനെ ചില അജണ്ടകളൊക്കെ ഉണ്ടായിരുന്നു അൻവറിന്. പക്ഷേ എല്ലാം പൊട്ടി തകർന്നു പോയി എന്നുള്ളതല്ലേ. പക്ഷെ അമ്മാതിരി ബുദ്ധിപൂർവ്വമുള്ള അജണ്ടയൊന്നും സ്വീകരിക്കാൻ മാത്രം ആ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ക്രിമിനലിസം ഉണ്ട്, ഗുണ്ടായിസം ഉണ്ട് എന്നല്ലാതെ പറയുന്ന വാക്കിന് ചേർന്നതാണോ ആ പ്രവൃത്തി? പറയുന്നത് മുഴുവൻ പിണറായിക്കെതിരാണ്, ഇടതുപക്ഷത്തിനെതിരാണ്, CPM-നെതിരാണ്. CPM പോയിട്ട് BJP-യുടെ B ടീമായിരിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. CPM-നും BJP-ക്കും ആണ് പോറലുണ്ടാക്കേണ്ടതെങ്കിൽ 10 പേരെങ്കിലും CPM-ൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണ്ടേ? NK സുധീർ ആരുടെ വോട്ടാ പിടിച്ചത്? 3900 വോട്ട് പിടിച്ചു എന്ന് പറയുന്നു. അൻവർ ഒരു സമ്മേളനം നടത്താൻ കോടികൾ ചെലവാക്കുന്ന ആള് ഈ 3900 വോട്ട് പിടിക്കാൻ, ഇപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹം വോട്ട് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആര്യാടൻ ചൗക്കത്തിന് നന്നായിട്ട് അറിയാം. നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ 3900 വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ലക്ഷം ചെലവ്, എത്ര കോടി ചെലവിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചാൽ മതി. പക്ഷേ നേടിയത് ആർക്കാണ്? ഈ വാങ്ങിയ വോട്ട്. ഇപ്പം NK സുധീർ എന്ന് പറഞ്ഞാൽ അത് പഴയ AICC മെമ്പറാണ്. അത്ര എന്തായാലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വോട്ട് ആണെങ്കിൽ പോലും ആ വോട്ട് ആരുടേതായിരിക്കും? കോൺഗ്രസിന്റെ വോട്ട്. അതും നിർണായകമാണ്, അത് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM-ന് വലിയ മുൻതൂക്കമുള്ള 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കെ രാധാകൃഷ്ണൻ ജയിച്ചു പോയൊരു മണ്ഡലമാണ് ചേലക്കര. ആ മണ്ഡലത്തിൽ പോയിട്ട് CPM-നെ തോൽപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെ മണ്ടത്തരം. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു CPM-കാരനെ കിട്ടുമോ നോക്കണ്ടേ?
ഈ കാശൊക്കെ വലിയ കാശ് കൊടുത്താലും വിലക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇപ്പോൾ CPM-കാരെയും കിട്ടുമല്ലോ, കിട്ടും എന്നുള്ളതിന് തെളിവില്ലേ ധാരാളം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു CPM-കാരനെ നിർത്തണ്ടേ? 10 വോട്ട് CPM-ൻ്റേത് പിടിക്കാൻ നോക്കണ്ടേ? പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും പിണറായി RSS ആണ്, അല്ലെങ്കിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് RSS ആണ്. ഈ ഇരട്ടത്താപ്പല്ലേ മാഷേ? ഒന്നുകിൽ BJP-യുടെ വോട്ട് പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ CPM-ൻ്റെ വോട്ട് പിടിക്കാൻ പറ്റണം. പിടിച്ചത് ആരുടെ വോട്ടാണ്? പാവം കോൺഗ്രസ്. ആരെ പേടിപ്പിക്കാനാണ്? 3900 വോട്ട് കിട്ടി, കെട്ടിപ്പൂട്ടി പോകാൻ നോക്കി. വല്ല കെനിയയിലും ഇനി വല്ല ഖനിയും നടത്താൻ പറ്റുമോ നോക്കുക എന്നല്ലാതെ. എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ ഇത് പറയുന്നത്? അൻവറിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമില്ല, അൻവറിൻ്റെ ഉള്ളിൽ ബുദ്ധിയോ വിവരമോ വിവേകമോ ഇല്ല. ഒരു കച്ചവടം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള ശേഷിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആസ്തിയായിട്ട് ഇറക്കാൻ മാത്രമുള്ള ആസ്തി തറവാട്ട് മുതൽ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ന്യായമായ രീതിയിൽ കച്ചവടം ചെയ്ത് വിജയിച്ച ഒരാൾ പോലും അല്ല അൻവർ. പകരം എല്ലാ കച്ചവടവും പരാജയപ്പെടുമ്പോൾ കണ്ടെത്തിയ ഒടുവിലത്തെ കച്ചവടമാണ് ഈ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം ഉണ്ടാക്കാമോ, കള്ളപ്പണം വെളുപ്പിക്കാമോ, കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കാമോ, സ്വർണ്ണക്കടത്തിൻ്റെ പങ്കുപറ്റാമോ, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നേടാമോ, ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റത്തിൽ ഇടപെടാമോ? ഇങ്ങനെയല്ലേ അദ്ദേഹം കളിച്ചത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്താ? സ്വർണ്ണക്കടത്തുകാരുടെ രാഷ്ട്രീയം, അവരുടെ പീഡനം, അവരുടെ ഇരവാദം, അവർക്കെതിരെ കേസെടുക്കുന്നു, ഇതല്ലേ ഉന്നയിച്ചത്. ഇടയ്ക്ക് ഈ മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതികൾക്ക് വേണ്ടിയും എന്തൊക്കെയോ പറയുന്നു. തീർച്ചയായിട്ടും അത്തരക്കാർ ക്രിമിനൽ മാഫിയയുടെ ഭാഗമാണ് അദ്ദേഹം, സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഭാഗമാണ്. അവരെയൊക്കെ സംരക്ഷിച്ചിരുന്ന ഒരു ഏജൻ്റായി തീരുകയും ആ ഏജൻസിയുടെ കൂടെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിർത്താനും കുറച്ചു കാലം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അത് കൈവിട്ടു പോയത് P. ശശി വന്നപ്പോഴാണ്. അതാണ് ശശിക്ക് നേരെയുള്ള അങ്കലാപ്പ്. പിന്നെ അതിൽ ഉപയോഗിക്കാവുന്ന അദ്ദേഹത്തിന് വീണ് കിട്ടിയത് അദ്ദേഹം സമർത്ഥം എന്ന് പറയാവുന്ന വീണ് കിട്ടിയ ഒരു അജണ്ടയാണ്. ഈ പിടിച്ചു നിൽക്കാൻ ആളുകളെ കൂട്ടാൻ ഈ 2 കാര്യങ്ങൾ. ഒന്ന്, മലപ്പുറം ഒരു അജണ്ട ഏറ്റെടുത്തു. മലപ്പുറത്ത് മുസ്ലിങ്ങൾക്കെതിരെ കേസ് കൂടുതലെടുക്കുന്നു. മലപ്പുറത്ത് ക്രൈം കൂടിയത് കൊണ്ടാവുമല്ലോ കേസ് കൂടുതൽ എടുക്കുന്നത്. ഇരവാദം ആർക്ക് വേണ്ടിയാ ഉന്നയിച്ചത്? അതാണ് പ്രധാനപ്പെട്ട. അതാണ് നാട്ടുകാർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായതോ? മലപ്പുറത്ത് ഇഷ്ടം പോലെ പള്ളിക്കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ പള്ളിക്കേസുകൾ, ധാരാളം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഒറ്റ കേസും പിൻവലിക്കാൻ അൻവർ മുൻകൈ എടുത്തില്ല. അൻവർ മുൻകൈ എടുത്തത് കള്ളക്കടത്തുകാരുടെ കേസിനാണ്. കള്ളക്കടത്തുകാരുടെ ഇത്തരത്തിലുള്ള കള്ളപ്പണക്കാരുടെയും കേസിന്, പുത്തൻ പണത്തിൻ്റെ കേസിന്, ആ കേസിനാണ് അൻവർ ഇടപെട്ടത്. അതിനകത്ത് മതം കൊണ്ടുവന്നു. മലപ്പുറം കൊണ്ടുവന്നു, അതുവഴി മതം കടത്തിക്കൊണ്ടുവന്നു. ഒടുവിൽ ഒരു ഗംഭീരമായ പ്രസ്താവനയും നടത്തി. CPM-ലകത്ത് നിന്നിട്ട് ഈ പിണറായി വിജയനെ കൊണ്ട്, EN മോഹൻദാസിനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, നിസ്കരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എന്ന്. മലപ്പുറത്തെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ആരും ഉന്നയിച്ചില്ല, ഞാൻ കേട്ടില്ല. അവർ CPM-ന്റെ വേദിയിൽ നിസ്കരിപ്പിച്ചവരാണ് കോഴിക്കോട്ടങ്ങാടിയിൽ പരസ്യമായിട്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു അവർ ഏർപ്പാട്. നിസ്കാരം ഒരു ഷോ ആയി നടത്തുന്ന പാർട്ടിയാണ്. പണ്ടും വാർത്ത വന്നിട്ടുണ്ട്, ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം പ്രത്യേകം ഏർപ്പെടുത്തി. അത് മുസ്ലിങ്ങളുടെ ഒരു ബന്ധുവായ പാർട്ടിയാണെന്ന് സ്ഥാപിക്കാനാണ്. അതും ദോഷം ചെയ്തു. അതൊക്കെ ആശയതലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. CPM-ന് എന്ത് അത് അങ്ങനെ ഒരു ഷോ നടത്തുന്ന കാലത്താണ്. അവർ CPM കാണിച്ച അബദ്ധത്തെ എന്താ പറയാ, അവര് ഛർദ്ദിച്ചതിനെ വിഴുങ്ങി വീണ്ടും ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അൻവറിന് വേറെ എന്തൊക്കെ ഉണ്ടായാലും അൻവറിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒന്നുമില്ല. വർഗീയത പോലും ആത്മാർത്ഥമായിട്ടില്ല. അതാണ് പ്രശ്നം. ഒരു ആത്മാർത്ഥതയുള്ള വർഗീയവാദിയാണെങ്കിൽ ജനം സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് ആരും കൂടെ അതുപോലും ഇല്ല. പക്ഷേ ഇനി ഈ അൻവറിന്റെ ഭാവി എങ്ങനെയായിരിക്കും? മാഷിന് എന്താ തോന്നുന്നത്? ഒരു ചുക്കുമില്ല. അൻവർ നോക്കിയതാണ്. ഒരു അടുത്ത തവണ നിലമ്പൂര് സീറ്റ് കിട്ടാൻ ഒരു സാധ്യതയുള്ളൂ അൻവറിന്. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഞാൻ ദൂരദർശന്റെ ചർച്ചയിലൊക്കെ ഞാനിത് പറഞ്ഞു. അൻവറിനുള്ള ഒരേ ഒരു സാധ്യത, അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അൻവറിന് എല്ലാം കച്ചവടമാണ്. ഒരു പാർട്ടി ഉണ്ടാക്കുക, ഒരു പൊതുയോഗം നടത്തുക, അതിൻ്റെ ചെലവിന് വേണ്ടി അൻവർ പണം സംഭരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല അന്ന് ഈ DMK എന്നൊന്നും യാദൃച്ഛിക സംഭവമല്ല. തമിഴ്നാട് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡീല്, വലിയ ലാഭം ഉണ്ടാക്കിയ ഒരു ഡീല് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതിന് ആ പണം കൊണ്ടുപോയി കളഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം അതിനർത്ഥം. അപ്പോൾ അതൊക്കെ ഡീലാണ്, എല്ലാം കച്ചവടമാണ്. ഒടുവിലത്തെ ഒരു കാര്യം, ഒറ്റ സാധ്യത. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അൻവറിൻ്റെ ആദ്യത്തെ വെടി മുഴങ്ങിയ ദിവസം ഞാൻ പറഞ്ഞ വേറൊന്നുകൊണ്ടുമല്ല. ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ആ നിലക്ക് പറഞ്ഞാണ്. കാര്യം വളരെ സിമ്പിളാണ്. ഇനി ഒരേ ഒരു സാധ്യത അൻവറിന് കേരള രാഷ്ട്രീയത്തിലുള്ളൂ. അത് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം.
സ്വതന്ത്രനായി തന്നെ മത്സരിക്കാം. അപ്പോൾ വേണമെങ്കിൽ UDF അദ്ദേഹത്തെ പിന്തുണച്ചേക്കും. UDF പിന്തുണച്ചാൽ അത് നിലമ്പൂരിൽ UDFന് ഇപ്പോഴുള്ള സാധ്യത കൂടി തകർക്കും. ഇനി അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് UDFിലേക്ക് കുറച്ച് സ്വീകാര്യത കിട്ടുമായിരുന്നു. UDFിലേക്ക് അദ്ദേഹത്തെ എടുക്കുമായിരുന്നു. UDFിനകത്ത് അദ്ദേഹത്തിനെതിരായി 2 ഗ്രൂപ്പ്, അദ്ദേഹത്തിനെതിരായും അനുകൂലമായും തുടക്കത്തിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ അദ്ദേഹത്തിന് അനുകൂലമാണ്. കാരണം 2 ഘട്ടങ്ങളിൽ ഈ 2 പേരുടെ അനുയായിയായിരുന്നു അൻവർ. ഒന്ന് ഒരു ഓർമ്മയുണ്ടോ, ഒരു 4ാം ഗ്രൂപ്പ്, വയലാർ രവി ഒരു 4ാം ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ആളായിരുന്നു കെ സുധാകരൻ. കെ സുധാകരൻ അന്ന് വനം മന്ത്രിയായിരുന്ന കാലത്താണ് PV അൻവർ നിലമ്പൂർ കാട് വെട്ടി വെളുപ്പിക്കാൻ തുടങ്ങിയത്. അൻവറിന്റെ സാമ്പത്തിക വളർച്ച അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും സുധാകരനും അൻവറും തമ്മിൽ ഒരു റാപ്പോ ഉണ്ട്. 2, ഇടക്കാലത്ത് കെ മുരളീധരൻ DIC ഉണ്ടാക്കിയപ്പോൾ അൻവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ട്. ആ 2 നേതാക്കന്മാർ അൻവറിന്റെ കൂടെയുണ്ട്. എന്നാൽ VD സതീശനെ പോലുള്ള ശക്തന്മാരായ നേതാക്കന്മാർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും അൻവറിനെ പിന്തുണക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, അൻവറിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ മരണം വരെ ശ്രമിച്ച ഒരാളുടെ പേര് ആര്യാടൻ മുഹമ്മദാണ്. അതുകൊണ്ട് തന്നെ ആ വിരോധം ആര്യാടനും ആര്യാടൻ്റെ കുടുംബത്തിനും ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഈ അൻവറിൻ്റെ അപകടം അറിയാവുന്നതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗമൊന്നും അൻവറിനെ ഒരു തരത്തിലും സ്വീകരിക്കാനും ഇടയില്ല. ഇനി അൻവറിനെ എങ്ങാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നാൽ അത് നിലമ്പൂരിലെ ഇപ്പോഴുള്ള കോൺഗ്രസിനെ വലിയ തോതിൽ അപായപ്പെടുത്തും എന്നവർക്കറിയാം. അതുകൊണ്ട് സംഭവിക്കാനിടയുള്ള ഒരു സാധ്യത ഇതാണ്. 2 മുന്നണിക്കും മധ്യേ ഒന്നുകിൽ ഏതെങ്കിലും മുന്നണിയുടെ UDFിൻ്റെ പിന്തുണയോടെയോ അല്ലാതെയോ അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിച്ചേക്കാം. പക്ഷേ അത് മാത്രമാണ് സാധ്യത. അൻവർ വോട്ട് പർച്ചേസ് ചെയ്യാനുള്ള സകലമാന മുഴുവനും വിറ്റ് തുലച്ചിട്ടാണെങ്കിലും വോട്ട് പർച്ചേസ് ചെയ്തിട്ട് ജയിക്കാൻ ഒരു ശ്രമം കൂടി നടത്തിയേക്കാം. ബാക്കി അതിന്റെ ഭാവി അന്ന് പറയാം. നിലമ്പൂരിലെ അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥലത്തെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും. പക്ഷെ അൻവർ എന്ന പൊട്ടൻ, അൻവർ എന്ന മണ്ടൻ ഈ നഷ്ടക്കച്ചവടം ദീർഘദൂരം മുന്നോട്ട് പോകുന്നതിന് മുമ്പേ അവസാനിപ്പിക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യാണ് ഇപ്പം നല്ലത്. ഇത് എനിക്ക് പറ്റിയ കച്ചവടമല്ല, ഈ കച്ചവടവും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട നേരമായിരിക്കുന്നു. അത് അൻവർ പറഞ്ഞാൽ അതിന് ആരെങ്കിലുമൊക്കെ അൻവറിന് ബുദ്ധി ഉപദേശിച്ചാൽ നന്നായിരിക്കും. അത്രയും നല്ലത്.